നമുക്കൊരു വീഡിയോ ഉണ്ടല്ലോ. Okay, Mr. Booth, I have a question for you. Yes, ma'am. Did you go to Nautilus for middle school? Oh my goodness. Oh my goodness. I'm sorry to see you here. I always wondered what happened to you, sir. Oh my goodness. This is the nicest kid in middle school. Oh my goodness. He was the best kid in middle school. I used to play football with him and all the kids, and look what has happened. So sorry. Oh my goodness. Good luck to you, sir. I hope you're able to come out of this okay and just lead a lawful life. ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ആ ജഡ്ജി തൻ്റെ പഴയ കൂട്ടുകാരനെ തിരിച്ചറിഞ്ഞു. നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ അയാൾ അവിടെ നിന്ന് കരയുകയാണ്. സത്യത്തിൽ നമ്മളും പലപ്പോഴും ഈ ഒരു വ്യക്തിയെ പോലെ അല്ലേ, ജീവിതത്തിൽ വഴിതെറ്റിയ വലിയ വീഴ്ചകളിൽ പെട്ടുപോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ആരുമില്ല, ഞാൻ തീർന്നു എന്നൊക്കെ നാം ആ സാഹചര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകം മുഴുവനും നമ്മളെ കുറ്റവാളിയെന്ന് വിളിച്ച് ആട്ടിപ്പായിച്ചാൽ ദൈവം നമ്മെ കൈവിടില്ല എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ കഥ ഓർമ്മയല്ലേ? സർവവും നശിച്ച് തിരികെ വന്ന മകനോട് ആ പിതാവ് ഒരു വിധമായ പരാതി അവിടെ പറയുന്നതായിട്ട് നാം കാണുന്നത്. പകരം അവനെ ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് വീണ്ടും ആ പിതാവ് സ്വീകരിക്കാം. നമ്മുടെ ക്രിസ്തു ഇത് തന്നെയാണ് നമ്മോട് ചെയ്യുന്നത്. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താൽ, എത്ര വലിയ പരാജയമായാലും ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്നു. നമ്മെ പഴയ വിശുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് ദൈവം അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടോ. ഈ വീഡിയോയിൽ ജഡ്ജി കാണിച്ച ആ സഹതാപത്തേക്കാൾ എത്ര വലുതാണ് ദൈവം നമ്മോട് കാണിക്കുന്നതായിട്ടുള്ള ഒരു സഹതാപം. ശരിയല്ലേ? നാം ഓരോ തവണയും തെറ്റിലേക്ക് പോകുമ്പോഴും ദൈവം നമ്മെ ഓർത്ത് ദുഃഖിക്കുകയാണ്. മകനെ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ മരിച്ചത്, ഇനിയും നീ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, എൻ്റെ അരികിലേക്ക് നീ തിരികെ വരിക എന്ന് ക്രിസ്തു ഓരോ നിമിഷവും നമ്മെ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുകയാണ്. സ്നേഹിക്കാൻ ആരുമില്ലെന്ന് കരുതി കരയുന്നവരോട് എനിക്കൊന്നേ പറയണം, നിങ്ങളുടെ തെറ്റുകളേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കരുണ. ആ കരുണയിലേക്ക് നിങ്ങൾ തിരികെ ചെല്ലുകയാണെങ്കിൽ അവിടെ ശിക്ഷയല്ല, മറിച്ച് ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത വലിയൊരു സമാധാനമാണ് നിങ്ങളവിടെ കാത്തിരിക്കുന്നത്. ഓർക്കുക, അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല, ഒരിക്കലും. See you then.